വൈഫ് അനിതയുടെ ഈ ഒരു ഗെറ്റ് ടുഗദർ ഫംഗ്ഷനെ സംബന്ധിക്കാൻ എനിക്ക് ഈ അവസരം വളരെ സന്തോഷം നൽകുന്നുണ്ട്. ഇതിൽ വളരെ ചുരുക്കം ആൾക്കാരെ എനിക്ക് നേരിട്ട് പരിചയമുള്ളുവെങ്കിലും അനിത മിക്കവാറും എല്ലായ്പ്പോഴും ഓരോരുത്തരുടെ വിശേഷങ്ങൾ എന്നോട് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങളൊക്കെ എനിക്ക് സുപരിചിതരാണ്. ഓരോരുത്തരുടെ പേര് പറയുമ്പോഴും എനിക്ക് വളരെയേറെ സുപരിചിതരാണ് ഓരോരുത്തരും. ഞാൻ ഈ സമയത്ത് എന്റെ എഞ്ചിനീയറിംഗ് കോളേജിലെ കോഴ്സ് കഴിയുന്ന ദിവസം കണ്ട ഒരു 4 വരി ഓർക്കുകയാണ്. എന്റെ സുഹൃത്ത് എഴുതി വെച്ചതാണ്. ചേക്കേറുവാൻ വന്നു 4 വർഷങ്ങൾ, ദേശാടന കിളികളെ പോലെ നമ്മൾ ദുഃഖങ്ങൾ സ്വപ്നങ്ങൾ പങ്കുവെച്ച് അവസാനം ഈ ചില്ലയും പറന്നെങ്ങോ പോവുകയാണ്. ആ അവസാനത്തെ വരി വായിച്ചപ്പോഴേ എന്റെ മനസ്സിന് വളരെയേറെ വിഷമം തോന്നി. എങ്ങോ പറന്നു പോവുകയായി എന്ന്. എന്നാൽ ഇതുപോലുള്ള ഒരു ഗെറ്റ് ടുഗദർ സംഘടിപ്പിക്കുമെന്നോ ക്രമീകരിക്കുമെന്നോ അന്ന് ഞങ്ങളുടെ അസോസിയേഷനിലുള്ളവരോ ഞങ്ങളുടെ കൂട്ടുകാരോ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്തതിനാലാണ് അവസാന വരിയിൽ ആ വേദനപ്പെടുത്തുന്ന ആ വരി നമ്മളെ വേദനിപ്പിച്ചു. എന്നാൽ ആ വേദനയെ മാറ്റുന്നതും ഉള്ളതായ ചടങ്ങാണ് ഇന്നിവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വീണ്ടും ഒത്തുചേരുക എന്നുള്ളത്. ഇതിനെ ക്രമീകരണം ചെയ്ത മിസ്റ്റർ വർഗീസ് എന്നാണ്. വർഗീസ് മറ്റുള്ളവരെ എല്ലാവരും പറഞ്ഞുവെങ്കിലും വർഗീസാണ് മുൻകൈ എടുത്തെന്നാണ് എന്റെ വിശ്വാസം. വർഗീസിനും ഈ ക്രമീകരണം ചെയ്ത എല്ലാവർക്കും അനിതയുടെ ഹസ്ബൻഡ് എന്ന പേരിലും എന്റെ നിങ്ങളുടെ സുഹൃത്ത് എന്ന പേരിലും എന്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ എനിക്കൊരു ഭാഗ്യം കൂടി കിട്ടിയുണ്ടായി. ഞാൻ പോയിട്ട് 4 മാസമാണ്. ഞാൻ ദുബായ് ഇലക്ട്രിസിറ്റിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് ഇപ്പൊ ലീവിൽ വർക്ക് ചെയ്യുകയാണ്. പോയിട്ട് 4 മാസം കഴിഞ്ഞപ്പോൾ അനിത വിളിച്ച് പറയുണ്ടായി ഇങ്ങനെ ഗെറ്റ് ടുഗദർ ഫംഗ്ഷൻ ഉണ്ട്, വരണമെന്ന്. അപ്പൊ ആ ഒരു കെയർ ഓഫിൽ എനിക്ക് ഒന്നും കൂടി വരാൻ പറ്റിയതും അതിലേക്ക് വളരെയേറെ സന്തോഷമുണ്ട്. എല്ലാ ക്രമീകരണങ്ങൾക്കും പ്രത്യേകം നന്ദി. ഡിസൈൻ ഫോമിലാണ്, ഡിസൈൻ കൺസൾട്ടൻസി ഫോമില് കോൺട്രാക്ട്സ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡ് അവിടെ ക്യൂകോൺ എന്ന് പറഞ്ഞ സെമി ഗവൺമെന്റ് കമ്പനിയാണ്. പ്രൊപ്പോസൽസ് മാനേജറായിട്ട് ഫൈലിയേഴ്സ് ഡേ സമയത്ത് മിനറൽ അടിക്കാൻ പോയിരുന്ന ആ ഒരു ഓർമ്മ എനിക്കുണ്ട്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോ ആരോ ടിപ്പു സുൽത്താന്റെ വാർഡ് കണ്ടിട്ട് വെള്ളമൊഴിക്കാൻ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഞങ്ങൾ റൂമിലൊക്കെ ചിലപ്പോ കണ്ട എനിക്കെന്നെ തിരിച്ചറിയുന്നല്ല. First, let me introduce my wife, Sangeeta, മൂത്ത മോള് മാളവിക, and son Siddharth. പിന്നെ career partly was in Coimbatore, partly in Bangalore, പിന്നെ just for the last since 1 year in Dubai. Initially, I was with some architects in Coimbatore. അതിൽ അനുഗ്രഹ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഐ മെറ്റ് സംഗീത. ഷീസ് ഫ്രോം NSS പാലക്കാട്, സെയിം സിവിലാണ്. ആൻഡ് ദെയർ ആഫ്റ്റർ ഐ ജോയിൻ ശോഭ ഡെവലപ്പേഴ്സ്. അവരൊരു കോയമ്പത്തൂർ ഓപ്പറേഷൻസ് ഉണ്ടായിരുന്നു. 98 കോയമ്പത്തൂരിൽ ബോംബ് ബ്ലാസ്റ്റ് കഴിഞ്ഞപ്പോൾ തിങ്സ് ഗോട്ട് ബാഡ് ദേർ. അവര് ശോഭ ഡെവലപ്പേഴ്സ് ക്ലോസ് ചെയ്തു. വർക്ക് ചെയ്യുന്നത് ഞാൻ വിളിച്ചായിരുന്നു. ബീനെ പറ്റി എനിക്ക് ഐഡിയ ഇല്ല. ഇവിടെ എല്ലാവരും ആരെങ്കിലും എവിടെയാണ് ഇവിടെ എറണാകുളത്തല്ല വിഷു അല്ല ഈ അഡ്രസ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ബെന്നീസ് അല്ല മെസ് ബെന്നി അതന്നെ നാളെ ബെന്നി മെസ് ബെന്നി ദുബായ് ആണ്. എവിടെയാണ്? എനിക്ക് ദുബായ് നടക്കുന്നു. താൽക്കാലികമായിട്ട് എറിയാട് പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്നു. എറിയാട് പഞ്ചായത്ത് എറിയാട്. എന്റെ വൈഫ് ജസീന. ഇതും ഞാൻ പരിചയപ്പെടുത്തിയിരുന്നെങ്കിലും നമ്മളുടെ ജൂനിയർ ആയിരുന്നു. 92-96 ബാച്ചിൽ കോളേജിൽ ഉണ്ടായിരുന്നു. സിവിൽ തന്നെയാണ്. ഇത് എന്റെ ഇളയ കുട്ടിയാണ്. മൂത്ത കുട്ടി ഇന്ന് എക്സാം ഉണ്ട്. ഈ നേരത്തെ പറഞ്ഞ മാറ്റിവെക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങോട്ട്. കൊച്ചിൻ റിഫൈനറി ജയകൃഷ്ണൻ റിഫൈനറിയിലുണ്ടെന്ന്. കൊച്ചിൻ റിഫൈനറിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ
ഞങ്ങളെ നിക്കിത നമിത എന്നാണ് പേര്. പിന്നെ ഞാനിങ്ങോട്ട് ക്ലാസ്മേറ്റ്സിന്റെ ഇതിനു വേണ്ടിയിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോ ഞങ്ങളുടെ മാനേജറുണ്ട്. മാനേജർ ചോദിച്ചു, എല്ലാരും ക്ലാസ്മേറ്റ്സ് കണ്ടല്ലേ, ഇവിടെ ഇരിക്കുന്നവർ ക്ലാസ്മേറ്റ്സ് കണ്ടാണോ? മാഡം അവസാനം ക്ലാസ്മേറ്റ്സ് പോലെ ആവരുത് കേട്ടോ എന്ന് പറഞ്ഞ് കാണാത്തവർക്കറിയാം എന്താണ് ക്ലാസ്മേറ്റ്സിന്റെ ഇടയിൽ സംഭവിച്ചതെന്ന്. ഞാൻ പറഞ്ഞ അങ്ങനെയുള്ളവരൊന്നും ഇല്ല എന്നാണ് എന്റെ വിശ്വാസം. പിന്നെ നീന ജെയിംസിന് ഞാൻ 2 ആഴ്ച മുമ്പ് ബാംഗ്ലൂർ വെച്ച് മീറ്റ് ചെയ്തിരുന്നു. നീന എത്തുന്നു പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണത്തിന് മുമ്പ് എന്തായാലും എത്തുന്നു പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജെനി ജോസിന്റെ ഭർത്താവ്. നിങ്ങളൊക്കെ ഒരു വിധം ഒരു നിലയ്ക്ക് നിങ്ങൾ ട്യൂൺ ചെയ്തിട്ടുള്ളതുകൊണ്ട് നേരത്തെ ഈ ചുള്ളി എന്ന് പറഞ്ഞ പോലെ ചുള്ളിക്കമ്പം ചുള്ളി വിറകും വലിയ മുട്ടി വിറകൊക്കെ എടുത്തിട്ട് എന്നെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുക.